പുള്ളിക്കാരൻ വഴി വന്നപ്പോ ഇങ്ങനെ ഒരു സംഭവം കിട്ടുന്ന ഓർത്തില്ല കേട്ടാ. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ വാഗമൺ സീരീസിന്റെ ഫൈനൽ എപ്പിസോഡാണ് കേട്ടോ ഇന്ന്. ഞങ്ങളിപ്പോൾ രാവിലെ റെഡിയായി റൂമൊക്കെ വെക്കിയിട്ട് ഇറങ്ങാനുള്ള ഒരു പുറപ്പാടിലാണ്. ഇച്ചാന ബാക്കിലൂടെ നടന്നു പോകുന്നത് സാധനങ്ങളൊക്കെ ഇറക്കി കാറിലേക്ക് കൊണ്ടുപോയി വെക്കുന്നതാണ്. ഞാൻ അതിനെ കൂട്ടിയിട്ടില്ല, കാരണം നമുക്ക് ഒരുങ്ങാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. ബൈ ദ വേ, ഞാനിപ്പം ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് നമ്മുടെ വെസ്റ്റ് സൈഡ് ഉണ്ടല്ലോ, വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിയ ഒരു ഷർട്ട് ഡ്രസ്സാണ് കേട്ടോ. ചിലരൊക്കെ ഇതിന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബെൽറ്റ് ഇട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ. പക്ഷെ നോർമലി ഷർട്ട് ഡ്രസ്സ് ഇങ്ങനെ തന്നെയാണ് വെയർ ചെയ്യാൻ എനിക്കിഷ്ടം. ചിലരൊക്കെ ബെൽറ്റ് ഇട്ട് കാണാറുണ്ട്, അതൊരു നോർമൽ ലുക്കായി പോകുമെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഇങ്ങനെ തന്നെയാണ് നോർമലി ഇടാറുള്ളത് കേട്ടോ. ഈ വാച്ച് അമ്മച്ചിയുടെ വാച്ചാട്ടോ. ഒരു 5 വർഷത്തോളമായിട്ട് എന്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നു. ഇടാൻ ഇതുവരെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നെന്തോ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ഇടണം, കുറെ നാളായല്ലോ ഇരിക്കുന്നതെന്ന്. അങ്ങനെ ആ വാച്ചാണ് ഞാൻ ഈ ഒരു ഡ്രസ്സിലൂടെ സ്റ്റൈൽ ചെയ്യുന്നത് കേട്ടോ. ബാക്കി ഗോൾഡൻ ആക്സസറീസ് ഒക്കെ വാങ്ങിയിരിക്കുന്നത് ട്രെൻഡ്സിന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനിയിപ്പോൾ മുടി ഒന്ന് പോഴട്ടയിൽ കെട്ടാന്നും കൂടി ഓർക്കുന്നുണ്ട്. എനിക്ക് അഴിച്ചിടാൻ ഇഷ്ടമാണ്, പക്ഷെ കുറെ യാത്രയുള്ളത് കൊണ്ട് കെട്ടിവെക്കുന്നതായിരിക്കും കുറച്ചും കൂടി സൗകര്യപ്രദം. ഇനിയിപ്പം സാധനങ്ങളൊക്കെ പെറുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കിളിച്ചുണ്ടൻ മാമ്പഴത്തില് സലിംകുമാറും ലാലേട്ടനും കൂടി സാധനങ്ങൾ പെറുക്കുന്ന പോലത്തെ ഇക്ക അത് കണ്ടോ ഇത് കണ്ടോ ആ ഒരു സംഭവം തന്നെ ആയിരിക്കും. എവിടെ നിന്ന് കാണാൻ പറ്റുള്ള എനിക്ക് ഇവിടെ ഉണ്ട്. എന്റെ കണ്ണ് ഈ സാധനത്തിന് ഇങ്ങനെ കണ്ടുപിടിച്ച് ഇത്രയും ദൂരെ നിന്നാണേ കുടുങ്ങി പോകും. ആ ബംഗ്ലാവ് നോക്കിക്കേ, ഈ സിനിമയിലൊക്കെ കാണാറില്ലേ ഹൊറർ ടച്ചൊക്കെ കിട്ടുന്ന ബംഗ്ലാവ്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടപ്പോ നിർത്തിയതാണേ. പക്ഷെ മോളിൽ നിന്നൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, താഴേക്ക് നോക്കരുതെന്ന് മാത്രം. ഇതുപോലെ വന്നവരൊക്കെ കുപ്പിയോ പ്ലാസ്റ്റിക്കോ കവറുകളൊക്കെ ഇട്ടിട്ട് നാശാക്കിയിട്ടിട്ട് പോയേക്കുവാണ്. ശരിക്കും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. വരുന്നവരും അതുപോലെ തന്നെ സൂക്ഷിച്ചു കഴിഞ്ഞാല് ഇത് എപ്പോഴും ഭംഗിയായിട്ട് കിടക്കും. വാടാ പപ്പ പോന്നു വാ. പട്ടികളാ, ഓഫ് കോഴ്സ്. ഇനി നമ്മൾ നേരെ പോകുന്നത് വാഗമണ്ണിലെ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണമെന്ന് എനിക്ക് കുറച്ചു നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും വാഗമണ്ണി വരുമ്പം എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജ് ഇപ്പം അണ്ടർ മെയിൻ്റനൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ അല്ല. ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് കയറി എക്സ്പീരിയൻസ് ചെയ്യാം. പക്ഷെ എനിക്ക് വേറെ ഒന്നും അധികം അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. സിപ്ലൈൻ അങ്ങനെയുള്ള കാര്യങ്ങളുടെ പരിസരത്ത് പോലും ഞാൻ പോവില്ല. എന്നാലും ചുമ്മാ എന്താന്ന് നമുക്ക് കണ്ടിരിക്കാം. ഇത്രയിടം വരെ വന്നതല്ലേ. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വിശാലമായിട്ട് ഏക്കർ കണക്കിന് ഇതിങ്ങനെ പരന്നു നടക്കും കേട്ടോ അഡ്വഞ്ചർ പാർക്ക്. അപ്പൊ ഞങ്ങൾ പോരുമ്പോൾ ബോട്ടിങ് കണ്ടതുകൊണ്ട് ബോട്ടിങ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഇറങ്ങിക്കുവാണ്. എനിക്ക് വെള്ളം കുറച്ച് പേടിയുണ്ട്, എന്നാൽ എനിക്ക് പേടിയില്ലാത്ത ഒന്നുമില്ല. ശരിക്കും നിച്ചാൻ എന്നെ കളിയാക്കും, നിനക്ക് പേടിയില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? അവക്ക് ഹൈറ്റ് പേടിയാണ്, വെള്ളം പേടിയാണ്, പട്ടിനെ പേടിയാണ്, പൂച്ചനെ പേടിയാണ്, അങ്ങനെ പറഞ്ഞ് കളിയാക്കും. എനിക്ക് വെള്ളം പേടിയാണ്, എന്നാലും ഒരു ഇഷ്ടമുണ്ട്, ബോട്ടിങ് ചെയ്യാനൊരു ഇഷ്ടമുണ്ട്. അപ്പൊ ഞങ്ങള് പയ്യെ ബോട്ടിങ്ങിലേക്ക് ഇറങ്ങുവാണ്.
എനിക്ക് പേടിയാ. കൊള്ളാം, രസമുണ്ട്. അയ്യോ കാറ്റ് പിടിക്കുന്നേ, കാറ്റ് പിടിക്കുന്നേ. ചവിട്ടാൻ പറ്റൂലല്ലേ? ടൈം എത്ര ചേച്ചേ? എത്ര മണി വരെയാ നമുക്ക്? 20 മിനിറ്റ്. നമുക്ക് ടൈം നോക്കാം. നമുക്ക് കറങ്ങി തിരിച്ചങ്ങാടി ചെല്ലാം. നമുക്ക് ഇത് ബ്രിഡ്ജിൽ കയറണം. അതുമല്ല വെയിലും മഴയൊക്കെ വരുന്നതിന് മുമ്പ് പോടുന്ന് നാക്കി കുറിച്ചിട്ടോളാം, അല്ലെങ്കിലേ ഞാൻ പേടിച്ചിരിക്കുന്നത്. ലൈഫ് ജാക്കറ്റിലാണ് എന്റെ പ്രതീക്ഷ. മുതുകത്ത് ഞാനും ഉണ്ടാവും. ഇവിടുത്തെ ചെമ്പലിയൊക്കെ തിന്നാൻ കൊടുക്കും. ഞങ്ങൾ ആ പാലത്തിലെത്തി കേട്ടോ. നമ്മൾ ബോട്ടിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പം അറ്റത്ത് കണ്ടിരുന്ന പോലെ ഇരുന്ന പാലം ഉണ്ടല്ലോ, അകലേന്ന് കണ്ടപ്പോഴത്തെ അത്ര ഒരു സുഖം ഇവിടെ കയറുമ്പോ ഇല്ല. കാരണം പാലം കുറച്ച് ശോകാവസ്ഥയിലാണ്, തുരുമ്പൊക്കെ പിടിച്ച് ഒരു ഇച്ചിരി ഒന്ന് ഭംഗിയില്ലാണ്ടാണ് ഇരിക്കുന്നത്. എന്നാലും വ്യൂ നല്ല ഭംഗിയാണ്. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് നേരെ ആ ബോട്ടിങ്ങിന്റെ ലേക്കും കാര്യങ്ങളൊക്കെയാണ്. അത് നല്ലൊരു രസം കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ടും നോക്കാം, ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടും നോക്കാം. അത് രണ്ടും നല്ല രസമാണ് കാണാൻ. ഇവിടെ ഒത്തിരി നേരം നമ്മൾ നിന്നില്ല കേട്ടോ. കാരണം ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നും പോയി നിൽക്കുവാണ് പാലത്തിലേക്ക്. ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചു നേരം നമ്മൾ നിന്ന് 1-2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പയ്യെ ഇറങ്ങുവാണ്. ഇനിയിപ്പം അഡ്വഞ്ചർ പാർക്കിൽ വേറെ ചുറ്റുപാട് കുറച്ചൊക്കെ നടന്നു കണ്ടു. എല്ലാം ഞാൻ വീഡിയോയിൽ കവർ ചെയ്തിട്ടില്ല. ഇനി അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല, നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പുള്ളിക്കാനം റൂട്ടിലാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. മഞ്ഞും മഴയും ഒക്കെ കൊണ്ടൊരു അടിപൊളി യാത്രയായിരുന്നു കേട്ടോ അത്. അതിന്റെ വിശേഷങ്ങൾ ബാക്കി കാണാം. പുള്ളിക്കാനം റൂട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. നല്ല അടിപൊളി റൂട്ടാണ്. ഞങ്ങൾ ഇപ്പൊ കുറച്ചു നേരം ഒന്ന് കാറ് പാർക്ക് ചെയ്തേക്കുവാണ് ഇച്ചാനൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. രാവിലെ തൊട്ട് ഓടിക്കുന്നതാണല്ലോ. ആ സമയത്ത് ഞാനും കുട്ടികളും പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ചുറ്റുപാടും കാണാൻ നല്ല കാഴ്ചകളുണ്ട്. നല്ലൊരു വ്യൂ പോയിന്റ് പോലെയുണ്ട്. പിന്നെ ഒരു പള്ളിയുണ്ട് കാണാനായിട്ട്. പിന്നെ ചുറ്റും കുറെ ലയങ്ങൾ എന്നാണോ ലായങ്ങൾ എന്നാണോ പറയുന്നത്, നമ്മൾ അവിടുത്തെ ജോലിക്കാരൊക്കെ താമസിക്കുന്ന ചെറിയ ചെറിയ വീടുകൾ, അതുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങള് ഒരു മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു പോവാണ് കേട്ടോ. ഇന്ന് അധികം ലേറ്റ് ആവാതെ ഒരു 8-9 മണിയോടുകൂടെ തന്നെ കൊച്ചിയിൽ എത്തണം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്റെ എന്താണ് കൺമുന്നിൽ എല്ലാം കാണുന്നുണ്ടോ? പുള്ളിക്കാരൻ വഴി വന്നപ്പോ ഇങ്ങനെ ഒരു സംഭവം കിട്ടുന്ന ഓർത്തില്ല കേട്ടാ. കോടയെന്ന് പറഞ്ഞ അന്യായ കോട. ഒരു ചെറിയ മഴ വന്നതേ ഓർമ്മയുള്ളൂ. പിന്നെ അന്തരീക്ഷം ഇങ്ങനെയായിരുന്നു കേട്ടോ. കംപ്ലീറ്റ് കോട കൊണ്ട് മൂടി, ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു. ഒരു അടിപൊളി യാത്രയായിരുന്നു കേട്ടോ അത്. നല്ല രസമായിരുന്നു കാണാനായിട്ട്. എനിക്കാണെങ്കിൽ ഈ ഒരു ട്രാവലിങ്ങിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പാർട്ടുകളിൽ ഒന്ന് ഇതാണ്. ഈ ഒരു കോടമഞ്ഞ് പുള്ളിക്കാനത്ത് വന്ന് കണ്ടതും പിന്നെ നമ്മൾ പരുന്തുംപാറയിലെ സൺസെറ്റും. അതായിരുന്നു എന്റെ ബെസ്റ്റ് മൊമെന്റ്സ്.
ഇടുക്കിയിൽ ട്രെയിൻ ഇല്ലെങ്കിൽ എന്താ, ഒരു അടിപൊളി ട്രെയിൻ സ്കൂൾ ഉണ്ട്. നിങ്ങൾക്കത് അറിയാവോ? വാഗമൺ മൂലമറ്റം റൂട്ടിലുള്ള IHEP UP സ്കൂളാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ട്രെയിനിന്റെ മാതൃകയിലാക്കി മാറ്റിയത് കേട്ടോ. അപ്പോൾ ഇടുക്കിയിൽ നമുക്ക് ട്രെയിൻ ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾക്ക് അതൊരു പ്രത്യേക ക്യൂരിയോസിറ്റി ആണ്. നമ്മുടെ കൊറോണയുടെ ഒക്കെ ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമിലാണ് സ്കൂളിനെ ഒരു ട്രെയിൻ ആക്കി മാറ്റുന്ന ഒരു കലാവിരുത് അവർ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ദാ ക്യാമറ തിരിഞ്ഞു വരുമ്പോ കണ്ടോ, കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കുഞ്ഞു ട്രെയിൻ സ്കൂൾ. ഇതിലിപ്പം കുട്ടികളൊക്കെ ഓരോ ബോഗിയിൽ ഇരുന്നായിരിക്കും പഠിക്കുന്നത് അല്ലേ. നല്ല റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ശരിക്കും ട്രെയിനിന്റെ ആ കമ്പാർട്ട്മെന്റിന്റെ ഒക്കെ ഫ്രണ്ടിൽ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ ട്രെയിൻ സ്കൂളിന്റെ വിശേഷങ്ങളോട് കൂടി നമ്മുടെ വാഗമൺ സീരീസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അടുത്തൊരു ട്രാവൽ വ്ലോഗുമായിട്ട് വീണ്ടും കാണാം, ഉടനെ തന്നെ കാണാം. സോ സ്റ്റേ ട്യൂൺ. ടിൽ ദെൻ, ഇറ്റ്സ് മീ ടിസ്ല ഫ്രം വാണ്ടർലസ്റ്റ് കപ്പിൾ സൈനിങ് ഓഫ്.